ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക മപ്പാസ് വെക്കാം. ആട്ടിറച്ചിയെ വെല്ലും രീതിയിൽ ആണ് നമ്മളിന്ന് വെണ്ടയ്ക്ക മപ്പാസ് വെക്കുന്നത്. ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്കയാണ് ഇതിന് വേണ്ടത്. വാടിക്കിടക്കുന്ന ഒന്നും എടുക്കരുത്. നല്ല ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്ക വേണം. 1/2 കിലോ വെണ്ടയ്ക്കായ 2 സവാള, പച്ചമുളക് ആവശ്യത്തിന്, ഒരു നല്ല പഴുത്ത തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അല്പം മതി, വെളുത്തുള്ളി ആവശ്യത്തിനിടാം. ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റി എടുക്കാം. അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴരണം. പച്ച കടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വഴറ്റി അതിലേക്ക് തക്കാളിക്കായും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ഗരം മസാലയും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് കുതിർത്ത് നമുക്ക് അരച്ചെടുക്കണം. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. പച്ച കടിക്കരുത്, നന്നായി വഴറ്റി തന്നെ എടുക്കണം. എങ്കിലേ ഇത് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകാതെ ടേസ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഉപ്പും ചേർത്ത് വേണം വഴറ്റാൻ. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം. ഇതിലേക്ക് നമുക്ക് ആവി കയറി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമ്മൾ ഈ അരച്ച മസാലയും ചേർത്ത് അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റണം. മല്ലിപ്പൊടി കഴിവതും പച്ചപ്പൊടി എടുക്കാൻ നോക്കുക. അത് കുതിർത്ത് വെച്ചതിന് ശേഷമേ അരച്ചെടുക്കാവൂ. അപ്പോഴേ നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് വഴറ്റണം. നന്നായി വഴറ്റിയെടുക്കാം. മല്ലിയുടെ പച്ചമണമൊക്കെ മാറണം. അരമുറി തേങ്ങായ അരച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ തനിപ്പാല് മാറ്റി 2ാം പാല് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം അല്പം കുരുമുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ശകലം മതി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വേവിച്ചതിന് ശേഷം നല്ലതായിട്ടും വേവണമെങ്കിലേ ആ തിക്നെസ് കിട്ടുകയുള്ളൂ. നല്ല തിക്ക് കറിയായിരിക്കും. അതിനുശേഷം നമ്മൾ 2 ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് തനിപ്പാലൊഴിച്ച്, ഞാൻ കായപ്പൊടി 2ാമതാണ് ചേർത്തത്. തനിപ്പാലൊഴിച്ചതിന് തൊട്ട് മുമ്പാണ് ചേർത്തത്. തനിപ്പാലൊഴിച്ച് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ
നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ചപ്പാത്തിക്കോ അപ്പത്തിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.